ഇവിടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക് ആരംഭിച്ച നിരാഹാര സമരം അവസാനിപ്പിച്ചു. 26 ദിവസത്തിനു ശേഷം കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു തീരുമാനം. പ്രതിഷേധങ്ങൾ കനക്കുന്നതിനിടെ അർദ്ധരാത്രിയിൽ വീഡിയോ സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം വിഷയം ചർച്ച ചെയ്യും. പാർലമെന്റിൽ അടുത്തയാഴ്ച ചർച്ച നടത്തുമെന്നും മോദി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു. मैं जानता हूं कि पेपर लीक ये कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है. कैबिनेट में चर्चा होगी. कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा. सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है. तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा. പ്രധാനമന്ത്രിയുടെ സന്ദേശത്തിനെതിരെ പരിഹാസവുമായി രാഹുൽ ഗാന്ധിയും രംഗത്തെത്തി. വിദ്യാർത്ഥികളുടെ ബുദ്ധിശക്തിയെ അപമാനിക്കരുതെന്നും വിദ്യാഭ്യാസ മന്ത്രിയെ പുറത്താക്കാതെ ഒരു ചർച്ചയും നടക്കില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും പറഞ്ഞു. ഇന്ന് രാജ്യവ്യാപക പ്രതിഷേധത്തിന് CJP ആഹ്വാനം ചെയ്തിട്ടുണ്ട്. सोनम सर ने अपना हंगर स्ट्राइक तोड़ दिया है, तो इससे हमें बहुत ही खुशी और राहत मिली है, क्योंकि सोनम सर की जो लाइफ है वो इस देश के लिए बहुत ज़्यादा कीमती है. कॉकरोच जनता पार्टी का जो प्रोटेस्ट है जंतर मंतर पर, वो वैसे ही चलता रहेगा जब तक धर्मेंद्र प्रधान इस्तीफा नहीं देते. सोनम सर का जो सेक्रीफाइस रहा है 26 दिनों का, उसे हम वेस्ट नहीं जाने देंगे. जो दिल्ली पुलिस ने ब्रूटैलिटी करी है स्टूडेंट्स के अगेंस्ट, उन स्टूडेंट्स की जो सेक्रीफाइस थी उन्हें हम वेस्ट नहीं जाने देंगे. तो हमारा प्रोटेस्ट तब तक चलता रहेगा जब तक धर्मेंद्र प्रधान रिजाइन नहीं करते. CJP പ്രവർത്തകർ ഇന്ന് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് 12:30 ദില്ലി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചാണ് ചർച്ച. നിഷ്പക്ഷ വേദിയിൽ ചർച്ച വേണമെന്ന പ്രവർത്തകരുടെ ആവശ്യം കേന്ദ്രം അംഗീകരിച്ചു. ജന്തർ മന്ദർ പരിസരത്ത് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്നും ഇന്റർനെറ്റ് നിരോധിച്ചു. മെട്രോ സ്റ്റേഷനുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിക്കും. PR സുനിൽ ഡൽഹിയിലുണ്ട്. നോവൽ മാരിക്കാരനും മുബഷിർ അക്ബറും ഡൽഹിയിൽ നിന്നും തത്സമയം നമുക്ക് ചേരും. ആദ്യം PR സുനിലേക്ക്. PR സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. PR സുനിൽ ഇപ്പോൾ ദില്ലിയിൽ എത്തിയിട്ടുണ്ട്. ദില്ലിയിലെ കാഴ്ചകൾ എന്താണ് എന്നത് പ്രേക്ഷകരോട് പറയൂ. രണ്ടാമത്തത്, ഇന്നലെ അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രിക്ക് വീഡിയോ സന്ദേശം ഇറക്കേണ്ടി വന്നു. പാർലമെന്റ് സെഷനിലായിരിക്കുന്ന സമയത്ത് പോലും പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പാർലമെന്റിലെത്താത്ത പ്രധാനമന്ത്രി അർദ്ധരാത്രിയിൽ ഒരു വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു. സോനം വാങ്ചുക് ഇന്നലെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇന്ന് ദില്ലിയിൽ നടക്കാൻ സാധ്യതയുള്ളത്? പാർലമെന്റിൽ എങ്ങനെയാണ് പ്രതിപക്ഷം ഇനി ഇതിനെ നേരിടാൻ പോകുന്നത്? ഈ അഭിജിത് ദീപ്കയുടെ സമരം തുടരുമെന്ന് അഭിജിത് ദീപ്കെ പറഞ്ഞത് ഏതു രീതിയിലായിരിക്കും? PR സുനിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാർലമെന്റിന് തൊട്ടടുത്താണ്. കർത്തവ്യപഥത്തിൽ എനിക്ക് പിറകിൽ കാണാൻ കഴിയും എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നത്. ഏതെങ്കിലും വിധത്തിലൊരു പ്രതിഷേധം ഇവിടെ എത്തുകയാണെങ്കിൽ അതിനെ നേരിടാൻ തക്കവണ്ണമുള്ള കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ജലപീരങ്കി ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. കേന്ദ്രസേനയെ വിന്യസിച്ചിരിക്കുന്നു. വലതുവശത്തേക്ക് നോക്കിയാൽ നിരവധി ബസ്സുകൾ കാണാം. എല്ലാം കേന്ദ്രസേന, ദില്ലി പോലീസ് അവർക്ക് വേണ്ടി കാത്തുകിടക്കുന്ന അല്ലെങ്കിൽ അവർ വന്ന ബസ്സുകളാണ്. അപ്പോൾ ഈ നിലയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ. പാർലമെന്റിന്റെ തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് ഏതാണ്ട് 500 മീറ്റർ അപ്പുറത്താണ് ജന്തർ മന്ദർ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നാൽ മാത്രമേ നമുക്ക് തത്സമയം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ജന്തർ മന്ദറിലാണെങ്കിൽ ഇന്റർനെറ്റ് നിരോധനമാണ്. അപ്പോൾ ഇന്റർനെറ്റ് നിരോധനം സെലക്റ്റീവായ സ്ഥലങ്ങളിൽ കൃത്യമായി നടപ്പാക്കിയത് കൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇന്റർനെറ്റ് സംവിധാനമില്ല. അതുകൊണ്ട് ഈ മൊബൈൽ ഫോൺ പോലും വർക്ക് ചെയ്യാത്ത, പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യം അവിടെയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഈ രോക്ഷം അതിനെ നേരിടാനായി ഇന്റർനെറ്റ് നിരോധനം ന്യൂദില്ലി മേഖലയിൽ, സെൻട്രൽ ഡൽഹിയിൽ പലയിടങ്ങളിലും ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും സോനം വാങ്ചുക് നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ CJP ഉയർത്തിയ ആവശ്യത്തിൽ ഇതുവരെയും കേന്ദ്ര സർക്കാർ ഒരു അനുകൂല തീരുമാനമെടുത്തിട്ടില്ല. അതാണ് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് നടക്കാൻ പോകുന്ന ചർച്ചയിൽ ഏവരും ഉറ്റുനോക്കുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് ഇവിടെ തൊട്ടടുത്തുള്ള, എനിക്ക് വലതുവശത്ത് ഇവിടെ ഒരു 50 മീറ്റർ 100 മീറ്റർ അപ്പുറത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വെച്ചാണ് അങ്ങനെ ഒരു
ചർച്ച കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. JP നദ്ദ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ആ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ചർച്ചയിൽ CJP മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക എന്നത് തന്നെയാണ്. അതിൽ ഇതുവരെ ഒരു ഇഞ്ച് പോലും CJP പിന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം എന്നത് നമ്മൾ നേരത്തെ പലതവണ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ CJPയും സമരക്കാരും ആവശ്യപ്പെടുന്നത് പോലെ മരിച്ച നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബത്തിന് 1 കോടി രൂപ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏതായാലും ഇതിലൊക്കെ എന്ത് തീരുമാനമെടുത്താലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉണ്ടാകുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നലെ രാത്രി സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഉറപ്പില്ല. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുൾപ്പെടെ പരീക്ഷാ തട്ടിപ്പുകൾ തടയുന്നതിന് ശക്തമായ നിയമം കൊണ്ടുവരും എന്ന് മാത്രമാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഇത്തരം കേസുകൾ തീർപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ രൂപീകരിക്കും എന്നൊക്കെ പറയുന്നതിനപ്പുറത്ത് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്ന, സമരക്കാർ ആവശ്യപ്പെടുന്ന, പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്ന എന്തെങ്കിലും ഒരു ആവശ്യത്തിൽ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ ഇപ്പോഴും പറയുന്നില്ല. ഇപ്പോഴും നിരവധി സുരക്ഷാ സേനയുമായി നിരവധി ബസ്സുകൾ ഈ വിജയ് ചൗക്ക് ഭാഗത്തേക്ക്, പാർലമെന്റ് ഭാഗത്തേക്ക് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. വലിയ സുരക്ഷയാണ്, വലിയ സുരക്ഷാ കോട്ട കെട്ടി തീർത്തിരിക്കുകയാണ് ഈ മേഖലയാകെ എന്ന് തന്നെ പറയാം. ഏതായാലും ഇന്ന് പാർലമെന്റിൽ പ്രതിപക്ഷം വലിയ പ്രതിഷേധ നീക്കം തന്നെ നടത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ രാത്രി സന്ധ്യാനേരത്ത് നമ്മൾ കണ്ടതാണ് ഗാന്ധിജി വെടിയേറ്റ് വീണ ബിർള ഹൗസിൽ ഗാന്ധി സ്മൃതിയിലാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പോയത്. അവിടെ അല്പസമയം അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ശേഷം ദേശീയ ഗാനം ചൊല്ലിയാണ് പിന്നീട് ആ നേതാക്കൾ പിരിഞ്ഞത്. അപ്പോൾ ഇന്നും അതുപോലെ സമാനമായ പ്രതിഷേധ നീക്കങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പാർലമെന്റിനുള്ളിൽ ഇന്ന് തീർച്ചയായും പാർലമെന്റ് കവാടത്തിൽ രാവിലെ 10:30 മണിക്ക് പ്രതിപക്ഷാംഗങ്ങളുടെ ധർണയുണ്ട്. അതിനുശേഷമാണ് പാർലമെന്റിനുള്ളിൽ പ്രതിഷേധം ഉയർത്താൻ പോകുന്നത്. 2 സഭകളിലും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെയായിരിക്കും പ്രധാനപ്പെട്ട വിഷയം പ്രതിപക്ഷത്തിൻ്റെത്. അത് അംഗീകരിക്കാനുള്ള സാധ്യത സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുറവാണ്. ഇന്നലെ പറഞ്ഞതുപോലെ ചർച്ചയാകാം, ഉപാധികളില്ലാതെ ചർച്ചയാകാം, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലാതെ ചർച്ചയാകാം എന്നതായിരിക്കാം കേന്ദ്ര സർക്കാർ പറയാൻ പോകുന്നത്. അത് പ്രതിപക്ഷം അംഗീകരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്നും പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമാകും. നാളെ ശനിയാഴ്ച, മറ്റന്നാൾ ഞായറാഴ്ച 2 ദിവസം പാർലമെന്റിൽ. അപ്പോൾ ഈ 2 ദിവസങ്ങളിൽ ഇന്നുച്ചയ്ക്ക് നടക്കുന്ന CJP കേന്ദ്ര സർക്കാർ ചർച്ചയിൽ ഒരു ധാരണയായില്ല എങ്കിൽ, തീരുമാനമായില്ല എങ്കിൽ അടുത്ത 2 ദിവസങ്ങളിൽ വളരെ നിർണായകമാകും. വലിയ പ്രതിഷേധ കാഴ്ചകൾ ഒരുപക്ഷെ ദില്ലി കാണാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഓക്കെ, താങ്ക് യു. PR സുനിലാണ് തത്സമയം നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PR സുനിൽ ഇപ്പോൾ ഉള്ളത് കർത്തവ്യപഥിലാണ്. ഈ കേന്ദ്ര സർക്കാർ